തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. പ്രണയത്തിൻ പൂക്കൾ ഹൃദയത്തിലെങ്ങും നോവുന്ന സുഖമായി കരുതും നമ്മൾ. വിഴിമുനയാൽ അവൾ കവിതകൾ എഴുതും, അധരതലങ്ങളിൽ മൊഴിമതു കിനിയും. പകലുകൾ നീളെ കനവുകൾ നിറയും, പനിമതി പോലെ കുളിരായി അണയും. പ്രിയ സഖിയായവൾ മാറും പിന്നെ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. പല വഴിയേ പറവകൾ നാമെന്നും പറന്നടഞ്ഞു ഈ ശാഖികളിൽ. നിമിഷജന്മം കഴിഞ്ഞു നമ്മൾ വീണ്ടും അകലും ദൂരെ അനന്തതയിൽ. രാവുകൾ പകലുകൾ തിരയല പോലെ ജീവിതമൊന്നല്ലോ. ഹൃദയ ചിരാതിൻ നിറഞ്ഞിരി സ്നേഹം തെളിയും ഇരുൾ വഴിയിൽ. ഇവിടെ നിറയും പ്രണയമൊരാനന്ദമാകും. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. You and I, we're gonna do it all. You and I till the end. You and I, we're gonna touch the sky. You and I, we're gonna rule the world until the end. No mountains too high to climb, no rivers ever too deep. All we need is just a little faith. Spread our wings and fly away. കതിരൊളികൾ തഴുകുകയായിളം കറുകതൻ തുമ്പിലും കരുണയുടെ. ഹിമകണവും ഇനി സൂര്യനെ പോൽ നന്മ ചൊരിയും എന്നും പുലരികളിൽ. ഹൃദയവനം പിരിശങ്കിരിലൊഴുകും സ്നേഹം ജീവജലം. പ്രണയാകാശ പറവകൾ പാടും പ്രണയം ഓംകാരം. ഇന്നും എന്നും പ്രണയമൊരനുഭൂതിയാകും. പിന്നെ തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. പ്രണയത്തിൻ പൂക്കൾ ഹൃദയത്തിലെങ്ങും നോവുന്ന സുഖമായി കരുതും നമ്മൾ.
Johnny Money, Johnny, you are my cunning money. Johnny Money, Johnny, why you want plenty money? Papa Bharanam Vendappa, ഇത് New York life Vendappa. We are New York boys, Papa. Sorry, Papa. Johnny Money, Johnny, you are my cunning money. Johnny Money, Johnny, so why you want plenty money? എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ വിണ്ണിൽ മെല്ലെ മെല്ലെ മുത്തം വയ്ക്കും എന്റെ ന്യൂയോർക്ക്. ഓ ന്യൂയോർക്ക്, ഞാനും എന്നോ എന്നോ നിന്റേതായി എന്റെ ന്യൂയോർക്ക്. ഓ ന്യൂയോർക്ക്, മിന്നും നിൻ കണ്ണാലെ നീയാരെ തേടുന്നു വന്നെത്താനുണ്ടോ വീണ്ടും ആരോ ആരോ. ഓ ജോണി, you're crazy, you're freaky. ന്യൂയോർക്കിൽ മിന്നിപ്പായും maybe city. Papa Bharanam Vendappa, ഇത് New York life Vendappa. We are New York boys, Papa. Sorry, Papa. Twinkle, twinkle, താരം ചായാനിത്തും എന്റെ ന്യൂയോർക്ക്. ഓ ന്യൂയോർക്ക്, ഓർമ്മപ്പൂവിൽ മായാതെന്നും മിന്നും ഷേർലി ഡ്യൂഡ്രോപ്പ്. ഓ ന്യൂയോർക്ക്, നീയാരോ ഞാനാരോ ഊരേതോ പേരേതോ ചോദിക്കെല്ലാരും ആരും നേരോ നേരോ. ഓ ജോണി, മോഹത്തിൻ തേരേറി എന്നെന്നും എങ്ങോട്ടാടി മാജിക് ജേർണി. കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ ഗാനത്താല് നിറയുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു.
ശത്രുതയും ഞങ്ങളിൽ നിന്ന് നിശേഷം ഈ സമയം ഒഴുകിപ്പോകട്ടെ. യേശുവേ, ഞങ്ങളിലുള്ള ദുശ്ശീലങ്ങൾ ഒഴുകിപ്പോകട്ടെ. യേശുവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബ ജീവിതമായി അനുഗ്രഹമായി ഈ സമയം കർത്താവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നു. സമാധാനവും ശാന്തിയും ഐശ്വര്യവും സ്നേഹവും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ. എല്ലാ മക്കൾക്കും അനുഗ്രഹം നൽകണമേ. പ്രാർത്ഥിക്കുവാനും ഈശോയെ കുറിച്ച് ചിന്തിക്കുവാനും വചനം വായിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളിലും ഈശോ നടത്തിത്തരും എന്ന് വിശ്വസിക്കുവാനും ഈശോയുടെ നാമത്തില് നല്ലതുപോലെ അധ്വാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഭവനം ആഗ്രഹിക്കുന്നവർക്ക് ഭവനം പണിയുവാനും കടബാധ്യതകൾ കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണകരുണമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണകരുണമാകുമമ്മേ. കരുണയോടെ ഇവരെ നീ കാക്കണമേ. മുതിർന്നവരെ, കൂട്ടുകാരെ, എൻ്റെ നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കൂനമ്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂനമ്മാവിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും ലൂട്ടനിൽ ഇവിടെ വന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ ഒത്തിരി തിരക്കുള്ള ആൾക്കാരാണ്. ഒത്തിരി ചെറിയ ജോലിയാണെങ്കിലും നമുക്കറിയാം, സാമൂഹികമായിട്ടും ജോലി അങ്ങനെയുള്ള പലതരങ്ങളിലും ഒത്തിരി തിരക്കുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാലും അതിനിടയിലൊക്കെ അല്പസമയം, ചിലർ 1 ദിവസം മാറ്റി വെച്ചവരുണ്ട്, ചിലർ 2-3 ദിവസം മാറ്റി വെച്ചവരുണ്ട്. ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നമ്മുടെ ആ കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരെയും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ജോൺസൺ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു കുടുംബ സംഗമം വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നായിരുന്നു. നമ്മുടെ ഈ ഒരു കുടുംബ സംഗമത്തിന്റെ
ക്ഷണം സ്വീകരിച്ച് അച്ഛൻ അതൊക്കെ മാറ്റിവെച്ച് നമ്മളോടുള്ള താല്പര്യത്തെ പ്രതി അച്ഛനോട് എത്തിച്ചേർന്ന് നമ്മളെ പ്രാർത്ഥന നയിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. അച്ഛന് ലൂബിലെ കുരുമാവ് കുടുംബ സമൂഹത്തിന്റെ പേരിലെ ഹാർദവമായ സ്വാഗതം. അതുപോലെ സ്കോട്ട്ലൻഡ്, വെയിൽസ്, പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുടുംബ സമൂഹത്തിന് പ്രാധാന്യമില്ല, പ്രസക്തമല്ലാണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെ സാന്നിധ്യമാണ് ഈ കുടുംബ സംഗമത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ആൾക്കാർ വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കും ഇവിടെ കൂട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടെ ലൂട്ടനിൽ വെച്ച് നടത്തുന്ന കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ഈ ഒരു സംഗമം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമായി മാറാനായിട്ട് പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ഓരോ സ്ഥലത്ത് വെച്ച് കുടുംബസംഗമം നടത്തുമ്പോൾ അടുത്ത വർഷം പറയാറുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത വർഷത്തെ കുടുംബസംഗമം നടത്തുവാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്നത് ഫെലിക്സ് ആണ്. ഫെലിക്സിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫെലിക്സും ബോളിയും കൂടിയാണ് അടുത്ത എങ്ങനെ പോണ സ്ലോ മോഷനിലാണോ? ജോയിലിന്റെ രണ്ട് ഹാൻഡ് ഓവറാ. എല്ലാവരും ആ ബുക്കിനകത്ത് ദയവ് ചെയ്ത് എല്ലാവരും പേരും അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും ഇതിൽ തരാനായിട്ട് അപേക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് അന്യോന്യം ഓരോരുത്തരും പരിചയപ്പെടണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം. കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം കുറേ പേര് കൂടിയതാണ്. ഞങ്ങളുടെ ടീമിലെല്ലാവരും അറിയാം. പുതിയതായിട്ട് വന്നിരിക്കുന്നവരെയും പഴയവരും ഓരോരോ ഫാമിലിയായി ദയവ് ചെയ്ത് കടന്നു വന്നു. ഓരോ ഫോട്ടോ എടുത്തോ ഓരോരുത്തർ. എൻ്റെ ഭാര്യ റോസ്ലി, എൻ്റെ മകൻ ബിജോ, മകളുണ്ട്, മകൾക്ക് നിർത്താൻ പറ്റിയില്ല, ബിൻസി. അടുത്തത് ഞാൻ ഫെലിക്സ് കാവൽനട, എൻ്റെ ഭാര്യ സ്റ്റെല്ല, രണ്ട് മക്കൾ എല്ല ആൻഡ് ഈവ. ജിപ്സി. ഞങ്ങൾ ഈസ്റ്റ് കോണിൽ താമസിക്കുന്നത്. ഈസ്റ്റ് സസെക്സ് ആണ്, ഈസ്റ്റ് കോൺ. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത്, ഇത്തവണ GCSE എക്സാമില് ഹയസ്റ്റ് സ്കോർ വാങ്ങി, സ്കൂളിലെ ഏറ്റവും സ്കോർ വാങ്ങി, 8 A+ഉം 1 A വാങ്ങി പാസ്സായിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും നന്ദി പറയുന്നു. സന്തോഷം. എൻ്റെ പേര് തോമസ് കാച്ചപ്പള്ളി. എൻ്റെ വീട് ചെറായിയാണ്. ഞങ്ങളിവിടെ താമസിക്കുന്നത് സ്റ്റോക്ക് കോൺട്രൻറ്റിലാണ്. വൈഫ് ഹൗസ് വരാപ്പുഴയാണ്. എൻ്റെ ഭാര്യ ജാൻസി തോമസ്, മകള് ജനീറ്റ തോമസ്, മകൻ ജെസ്ലി തോമസ്. ഇതെൻ്റെ അനിയൻ്റെ കുട്ടിയാണ് റോസാൻ. എൻ്റെ പേര് തോമസ്, പുതുശ്ശേരി എന്ന വീട്ടുപേര്. പൂനമാവ് തന്നെ, മാർക്കറ്റ് റോഡിന് പടിഞ്ഞാറ്. 2 മക്കള്, വൈഫ്. അവർക്ക് വൈഫിന് വരാൻ പറ്റിയ സംഭവമില്ല. എൻ്റെ പേര് അനീഷ്, ഇതിൻ്റെ വൈഫ് ഷൈനി. ഞങ്ങൾ വരാപ്പുഴയിൽ ക്രൈസ്തവപ്പള്ളിയിലും ക്രൈസ്തവപ്പള്ളിയിലും പാർക്ക് ഇവിടെ സൗത്താംപ്ടനാണ്. എൻ്റെ ഭാര്യ ലീമ, ഇവിടെ സൗത്താംപ്ടണിൽ താമസിക്കാം. നാട്ടിൽ കൂനമാവ് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ BT കോളേജിൻ്റെ ഓഫീസ്. എൻ്റെ വൈഫ് പൂന്മാരാണ്. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സോയു. ഞാൻ പൂനമാവ് മാർക്കറ്റിന് ഓപ്പോസിറ്റ് താമസിക്കുന്നു.
ഇവിടെ നോർത്താംപ്ടണില് ഇതെൻ്റെ മകള് അലാണ്, ഇതെൻ്റെ അമ്മച്ചി ഷൈൻ. വൈഫിന് പേര് ഇന്ദു, മോൻ്റെ പേര് ജേക്കബ്, ആര് ജോസഫ്. ഞാൻ കുരുമ മാർക്കറ്റിനെ പടിഞ്ഞാറ് ദിവസം ചമ്മായത്, വീട്ടു പേര് പുതുശ്ശേരി. ഇവിടെ വേസിൽ താമസിക്കും. എൻ്റെ പേര് ബിജു, വീട്ടുപേര് പുതുശ്ശേരി, നാട്ടിൽ സ്ഥലം വട്ടപ്പുഴ. ഇവിടെ ഡെർബി അടുത്ത് ഭരണപ്പോൺട്രന്റ് എന്ന് പറയും. ഭാര്യയുടെ പേര് സ്മിനു, വാഞ്ചലി ഏഞ്ചലി. എൻ്റെ പേര് സിറോഷ്, ഷാപ്പുടിക്ക് പടിഞ്ഞാറ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് ജോളി, ഇത് ബ്രെഡ് മേഘ. എനിക്ക് ആദ്യമുള്ള റിക്വസ്റ്റ് കുടുംബാവുന്നത് വരാപ്പുഴ ചേർക്കണമെന്നുള്ളതാണ്. എൻ്റെ പേര് ഷിബു, ചുറ്റുഭാഗത്ത് തന്നെ വരാപ്പുഴ ചുറ്റുഭാഗത്ത് വീട് പലർക്കും പ്രദേശത്ത്. ഇത് 5 മിനിറ്റ് ആദർശ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് റെഡിച്ച്, ബർമിയോ അടുത്ത് റെഡിച്ച്. എൻ്റെ വൈഫിൻ്റെ പേര് സുമി, എൻ്റെ പേര് ജോളി, എൻ്റെ ഭാര്യ റീന. കൊങ്ങോർപ്പള്ളിയിലാണ് വീട്. ഇവിടെ ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഒരു കൊച്ചു നാട്ടിലാണ്, 2-ാം നാട്ടിൽ. എൻ്റെ പേര് ഡാനി, എൻ്റെ ഭാര്യ ജിഷ, 2 മക്കള് ഹെലേന, ഡാനിയൽ. എൻ്റെ അനിയൻ ഡോൺ, എൻ്റെ ഭാര്യ. ഞങ്ങളിവിടെ താമസിക്കുന്ന ഹോട്ടലിലാണ്. ഇവര് ബെമ്പി. എൻ്റെ പേര് ജിയോ, എൻ്റെ ഭാര്യ അനീറ്റ, ഞങ്ങളുടെ മകള് ഹന്ന മരിയ ജിയോ. ഞങ്ങളുടെ ലൂട്ടിൽ താമസിക്കുന്നു. അനീറ്റ ഞങ്ങൾ പൂനമാവാണ്, ചക്കയും കുടുംബമാണ്. കൂട്ടുകാരൻ ജസ്റ്റിൻ, വീടാണെന്നാലും. എൻ്റെ പേര് ബോബൻ, ഭാര്യ ജ്യോതി, ജോസഫ്, മോൻ ബെഞ്ചമിൻ. ഞാൻ ഫെലിക്സ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. എനിക്കിവിടെ ജിയോയിനെ അറിയാം, ഷിബു കൂടി അടുത്താണ്, ഷിബുവിനെ അറിയാം. കൂനമ്മാവുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. കാരണം ഞാൻ കൂനമ്മാവില് കോട്ടുപള്ളി പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, നോർത്ത് പറവൂർ താലൂക്കിലും വന്നിട്ടുണ്ട്, വാരാപ്പുഴയിലും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കൂനമ്മാവ് എന്ന് പറയുന്നത്, കൂനമ്മാവ് എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിലോട്ട് വരുന്നത് കൂനമ്മാവ് ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണല്ലോ. പ്രത്യേകിച്ചും ഭാരതീയ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം കൂനമ്മാവ് ഒത്തിരി ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം കേരളത്തിലെ ഒരു നവോത്ഥാന നേതാവായി, നവോത്ഥാനത്തിലേക്ക് വളരെയേറെ നവോത്ഥാന ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു ആത്മീയ നേതാവ്, ഒരു ആത്മീയ ഗുരു അവസാന സമയങ്ങളിൽ ചെലവഴിക്കാൻ തെരഞ്ഞെടുത്തത് കൂനമ്മാവാണ്. നമുക്കറിയാം, ചാവറ കുര്യാക്കോസ് ചെറിയാസച്ചൻ അവസാന സമയങ്ങളിൽ കൂനമ്മാവാണല്ലോ. കൂനമ്മാവ് വീണ്ടും പ്രസിദ്ധമാണല്ലോ. കൂനമ്മാവിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, കൂനമ്മാവിൽ നിന്നും വിദേശത്തേക്കൊക്കെ അയക്കുന്ന ഒരു ചെറുകിട സംരംഭമുണ്ട്. എന്താണെന്നറിയാമോ? റോസറി. കൂനമ്മാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കൂനമ്മാവിൽ നിന്നും ഉണ്ടാക്കിയ റോസറിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൂനമ്മാവ് എന്തോ ഈ കുരുമാവ് സമ്മേളനത്തിൽ കൂടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ്.